അതിന്റെ സംസ്കാര ശുശ്രൂഷകൾ നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ വലിയ ജനപ്രവാഹമായിരുന്നു. അതിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനും ഇപ്പോഴും പള്ളിയിലും ആ ജനപ്രവാഹം തുടരുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഓരോ നിമിഷവും നെടുങ്ങാടിപ്പള്ളി CSI പള്ളിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 2:30 മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. ജനാവലിയുടെ വലിയ സാന്നിധ്യത്തിലായിരുന്നു നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിൽ നിന്നും ഇവിടെ ഈ CSI പള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. എന്തായാലും നാടിന്റെ മുഴുവൻ നോവായി മാറുമ്പോഴും പ്രതീക്ഷയും പ്രത്യാശയും മറ്റുള്ളവർക്ക് ആശ്വാസവും പകരുന്ന വലിയ മാതൃക പങ്കുവച്ചാണ് അലിൻ എന്ന 10 വയസ്സുകാരി 10 മാസം പ്രായമുള്ള കുഞ്ഞ് ഓർമ്മയാവുന്നത്. അലിന്റെ കുടുംബത്തെ നേരത്തെ തന്നെ എല്ലാ നാനാതുറകളിൽ നിന്നുമുള്ള ആളുകൾ അഭിനന്ദിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു വേദനയിലും ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ അവർ തയ്യാറായതിൽ. ഇപ്പോൾ തന്നെ കുഞ്ഞിന്റെ അവയവങ്ങൾ 2 പേർക്ക് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മറ്റ് 3 പേർക്ക് കൂടി 3 കുരുന്നുകൾക്ക് കൂടി അവയവങ്ങൾ ദാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ സർജറികൾ മറ്റും ഇനി നടക്കേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ 5-ാം തീയതി നടന്ന അപകടത്തെ തുടർന്ന് ഒരാഴ്ചയോളം ചികിത്സയിലായിരുന്നു കുരുന്ന്. കുടുംബവുമായി യാത്ര ചെയ്തപ്പോഴായിരുന്നു 10 മാസം മാത്രം പ്രായമുള്ള നെടുങ്ങാടപ്പള്ളി സ്വദേശിയായ അരുൺ ഷെറിൻ ദമ്പതികളുടെ ഏക മകൾ 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം പരിക്കേറ്റ് ചികിത്സയിലാവുന്നതും പിന്നീട് ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും കുടുംബത്തിന് ഏറെ ആലോചനയോടുകൂടിയാണ് ഇത്തരം ഒരു തീരുമാനം അവർ കൈക്കൊണ്ടത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന പേരും ഈ കുഞ്ഞിന് മേൽ കുഞ്ഞ് നേടി, അല്ലെങ്കിൽ കുഞ്ഞിന് അത്തരത്തിലൊരു ഒരു പേര് ലഭിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കുടുംബം അത്തരത്തിൽ ഒരു നിർണായകമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. കുഞ്ഞിന്റെ പിതാവിന്റെ പിതാവും മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ റിജി സാമുവലാണ് ഇത്തരം ഒരു നിർദ്ദേശ കുടുംബത്തിലേക്ക് ആദ്യം മുന്നോട്ട് വെച്ചത്. അത് മാതാപിതാക്കളായ ഷെറിനും അതോടൊപ്പം തന്നെ അരുണും സമ്മതിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ചരിത്രപരമായ തീരുമാനം ഉണ്ടാകുകയും നാടാകെ ഒന്നിച്ചു നിന്ന് പിഞ്ചോമനയ്ക്ക് യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുന്നതും. ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇന്ത്യക്കും പുറത്തും പുറത്തുമുള്ള മലയാളികൾ ഒന്നാകെ കുടുംബത്തോടൊപ്പം ചേർന്ന് അവരുടെ തീരുമാനത്തിന് പിന്തുണ പറയുന്നത് കാഴ്ചയായിരുന്നു കാണുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ വലിയ ജനപ്രവാഹമായിരുന്നു ഈ വീട്ടിലും അതോടൊപ്പം മൃതദേഹം സൂക്ഷിച്ച മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. രാവിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. വീട്ടിൽ എത്തിച്ചപ്പോൾ വലിയ തിരക്കും ജനപ്രവാഹവും മന്ത്രി PN വാസവൻ, സതീഷ് ചെറിയാൻ, വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, DC വിഷ്ണുനാഥ് MLA അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും എത്തി. നാളെ മുഖ്യമന്ത്രി കുടുംബത്തെ നേരിൽ കണ്ട് അനുശോചനം അറിയിക്കുകയും ചെയ്യും. എന്തായാലും നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. കോട്ടയത്ത് MC റോഡിൽ ബോർമക്കവലിക്കും പള്ളത്തിനുമിടയിൽ ഇവർ കുടുംബം സഞ്ചരിച്ച വാഗണാർ കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. എതിർദിശയിൽ വന്ന കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരുന്നു അപകട കാരണം. വാഹനത്തിലുണ്ടായിരുന്നത് കുട്ടിയുടെ മാതാവ് ഷെറിൻ, അതോടൊപ്പം ഷെറിന്റെ മാതാപിതാക്കൾ എന്നിവരായിരുന്നു. മറ്റുള്ള 3 പേർക്കും ഷെറിനും മാതാപിതാക്കൾക്കും പരിക്കേറ്റെങ്കിലും ഗൗരവതരത്തിലുള്ള പരിക്കുകളല്ല. പക്ഷെ കുഞ്ഞ് മടിയിലിരുന്ന ഷെറിന്റെ മാതാവിന്റെ മടിയിലിരുന്ന കുഞ്ഞ് തെറിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ ആ വീഴ്ചയുടെ ആഘാതത്തിൽ കുഞ്ഞിന്റെ തല ശക്തമായി ഭിത്തിയിൽ കാറിന്റെ ഉള്ളിൽ അടിക്കുകയും അങ്ങനെ തലയ്ക്ക് ക്ഷതമേൽക്കുകയും അതാണ് മരണകാരണമായി പിന്നീട് ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തത്. ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിലും തിരുവല്ലയിലെ ആശുപത്രിയിലും ചികിത്സകൾക്ക് ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ശസ്ത്രക്രിയ ആവശ്യമെന്ന നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് ഡോക്ടർമാരുടെ ഒരു നിർദ്ദേശപ്രകാരം ഇത്തരത്തിലൊരു ആലോചന കുടുംബം നടത്തുകയും
ഈ 5 പറ്റിക്കുരുന്നുകൾക്ക് അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലേക്ക് കുടുംബത്തിന്റെ തീരുമാനം എത്തുകയും ചെയ്തത്. പ്രിയ പിഞ്ചോമന, പിഞ്ചുമാലാഹ ആലിൻ ഷെറിൻ എബ്രഹാം യാത്രയാകുമ്പോൾ ഒരു ചരിത്രം, സ്നേഹത്തിന്റെ ഒരു പുതുചരിത്രം രചിച്ചാണ് 10 മാസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞ് വിടവാങ്ങുന്നത്. പങ്കുവെക്കലിന്റെയും ചേർത്തുനിർത്തലിന്റെയും വലിയ സ്നേഹം പങ്കുവെച്ചുകൊണ്ടാണ് കുടുംബം നാടും പ്രിയ കുഞ്ഞിനെ യാത്രയാക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ട ആളുകളുടെ തിരക്ക്, സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ഈ പ്രിയ പിഞ്ചോമനെ എന്ന് യാത്രയാക്കാൻ എത്തിയ നൂറുകണക്കിന് ആളുകളുടെ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുകയാണ്. അല്പസമയത്തിനകം സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികളോടെ പ്രിയ ആലിൻ ഷെറിൻ എബ്രഹാം ഓർമ്മയാകും. എന്തായാലും വലിയ ചരിത്രം